മോനിക്കുട്ടോ, മോനിക്കുട്ടോ, എഴുന്നേക്കുന്നില്ലയോ? വാ, പള്ളി പോണ്ടേ? വാ. എഴുന്നേക്കുക്കളെ. എന്തോ ഗ്യാസ് തീർന്നു അമ്മയുടെ പെരി വറക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഗ്യാസ് തീർന്നു. പിന്നെ ഇപ്പൊ ഗ്യാസ് സിലിണ്ടർ എടുത്തോണ്ട് പോയി. ഓട്ടോകളിൽ വന്ന് എടുത്തോണ്ട് പോയി. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പള്ളിയിൽ പോയിട്ട് വന്നു പ്രിയങ്ങളെ. മോനിക്കുട്ടൻ സൺഡേ സ്കൂളിൽ ഇരിക്കുന്നു. എന്തോ ഭയങ്കര ക്ഷീണം. പിന്നെ എന്തായിരുന്നു, കുറച്ച് തുണികൾ വാഷിംഗ് മെഷീനകത്ത് എടുത്തിട്ടിട്ടാ പോയത്. ഇനി അതെല്ലാം ഒന്ന് എടുത്ത് വിരിക്കണം. അതിന് മുമ്പ് ഒരു കാപ്പി ഇട്ട് നല്ല കടുപ്പത്തിലൊരു കാപ്പി കുടിച്ച് ഇവിടെ ഇരിക്കുന്ന എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. ഒന്നും ഉണ്ടാക്കുന്നില്ല, ഒന്നും മേടിച്ചില്ല. മോനിക്കുട്ടന് സൺഡേ സ്കൂളുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഇന്നിനിപ്പോൾ ചോറ് ഇച്ചിരി വെക്കണം. പിന്നെ കറികളൊക്കെ അമ്മ തന്നതും ഒക്കെ ഇരിക്കുന്നു. ഉച്ചക്കലത്തേടെ ഒക്കെ അങ്ങനെ അങ്ങോട്ട് പോകും. രാത്രിയിലത്തേക്ക് ഞാൻ കിളിമീൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് അതിനടുത്ത് വറുത്ത് ചോറുണ്ണാം എന്നാണ് വിചാരം. എന്നിട്ട് ബാക്കി സമയം റെസ്റ്റ് എടുക്കാം എന്ന് വിചാരിക്കുന്നു. നടക്കുമോയെന്നറിയത്തില്ല, എന്തെങ്കിലും കാര്യങ്ങൾ വരും അപ്പോഴത്തേക്ക്. ആദ്യം ഞാനൊരു കാപ്പി ഇട്ട് കുടിക്കട്ടെ. ഭയങ്കര ക്ഷീണം. പള്ളി നിൽക്കാൻ വയ്യായിരുന്നു. അവിടെ ഒരു തൂണേച്ചാരി നിൽക്കുമായിരുന്നു. ആ തൂണാണ് ഇന്നെ താങ്ങിയത്. ഭയങ്കര ക്ഷീണമായിരുന്നു. കടുപ്പത്തില് ലേശം മധുരം ഇട്ട് കുടിക്കാൻ പോവാണ്. നല്ല സ്ട്രോങ് ഒരു കാപ്പി. സൺഡേ സ്കൂളിൽ നിൽക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം കൂട്ടുകാരൊക്കെ കുറവായിരുന്നു. എന്തോ പറ്റിയ നടത്തില്ല, കുഞ്ഞുങ്ങളൊക്കെ കുറവായിരുന്നു. അതുകൊണ്ട് എന്നോട് പറഞ്ഞു, ഫ്രീ ടൈം കിട്ടുമ്പോൾ വർത്താനം പറയാൻ ആരുമില്ല, ഞാനങ്ങ് വരുവാന്ന്. ഞാൻ പറഞ്ഞു സാരമില്ല, തന്നെ ഇരുന്ന് വർത്താനം പറഞ്ഞു എന്നും പറഞ്ഞ് അവിടെ നിൽപ്പുണ്ട്. എന്നെ വിളിച്ചോണ്ട് വരാൻ ഓട്ടോ പറഞ്ഞു. എനിക്ക് വയ്യ വെയിലത്ത് പോവാൻ. ബക്കറ്റില് ആരോ റൂട്ടുണ്ട്, പിന്നെ കുറച്ച് പക്കാവടയുണ്ട്. അതൊക്കെ കഴിക്കും. ഇത് കപ്പലണ്ടി ഇന്നലെ ഓൾഫിൻ ഫായുടെ ബേക്കറിയിൽ നിന്ന് വാങ്ങിച്ചതാണ്. നോക്കട്ടെ. രാവിലത്തേക്ക് കഴിക്കാൻ ഈന്തപ്പഴം, പക്കാവട, നട്ട്സ്, പിന്നെ സ്ട്രോങ് ഒരു കാപ്പി.
സൺഡേ സ്കൂളൊക്കെ കഴിഞ്ഞ് മോനുകുട്ടൻ വന്ന് ഞാനിവിടെ കിടക്കുമായിരുന്നു പ്രിയങ്ങളെ. അങ്ങ് തളരുന്നെന്ന് വെച്ചാൽ ഒന്നൊന്നര തളർച്ചയാ. ഇപ്പൊ 1:15. യോ, രാവിലെ കുളിച്ചിട്ട് പള്ളിയിൽ പോയല്ലോ, ഇപ്പൊ എന്തിനാ കുളിക്കുന്നത്? യോ, കുളിക്കാത്ത ആരാണ്ട് കൂടോത്രം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു മോനുകുട്ടൻ. ബാ ചോറുണ്ണ. മീൻ വറുത്തത്. ആ വേണ്ടേ? ബാ അമ്മ എടുത്തു വെച്ചേക്കുന്നു. ബാ. ഉറങ്ങാൻ പറ്റിയില്ല പ്രിയങ്ങളെ, ഉറക്കം വന്നു. അപ്പൊ 3-4 പേര് കോൾ ചെയ്തു. മുത്ത് വിളിച്ചു, അമ്മമ്മ വിളിച്ചു, കൊച്ചോള് വിളിച്ചു, കൂക്കു വിളിച്ചു. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റിയില്ല. ചോറുണ്ട് ചിനി, ഒന്ന് ഉറങ്ങിയേ പറ്റും, അത്രയ്ക്ക് വയ്യ. ഉറക്കം കഴിഞ്ഞാൽ ശരിയാകുമായിരിക്കും അല്ലേ? നീ വറുത്തതെടുത്ത് കൂട്ട്. എടുക്കട്ടെ. അമ്മമ്മയെ കൊണ്ട് ഇന്നലെ മീൻ വറപ്പിച്ച നോക്ക്. അത്ര മതിയോ? കപ്പ ചോറും കപ്പയും മീൻ വറുത്തതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി മീൻ കറി. മോനിക്കുട്ടൻ എടുത്തില്ല, മീൻ വറുത്തതും തൈരും കൊണ്ട് പോയിട്ടുണ്ട്. ഞാനിത് കൂട്ടി കഴിക്കട്ടെ. ശിവരാത്രിയുടെ വായനയൊക്കെ ഉണ്ട് അമ്പലത്തിൽ. അതോ നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരമാണ് കേട്ടോ. അമ്മമ്മ ഇങ്ങോട്ട് വരുന്നു, ഉപ്പേരി കൊണ്ടുവരുന്നു, മേടിച്ചോണ്ട് വാ. ആ അമ്മമ്മ ഓട്ടോയിൽ അങ്ങോട്ട് ചെല്ല, അവിടോട്ട് നിൽക്കേ. ആ അങ്ങോട്ടങ്ങോട്ട് പോവാ. വഴിയിലോട്ട് നിൽക്കാനാ പറഞ്ഞു. ദിവസം 10 വട്ടോ കുളിക്കുന്നത്. ആ ചെടി അവിടെ പിടിക്കുന്നേ ഇല്ല. ആ കുഞ്ഞ് കല്യാണത്തിന് അമ്മയോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് അങ്ങ് പോണം. ഓട്ടോ വിളിച്ചിട്ട് കിട്ടിയില്ല. മോനിക്കുട്ടൻ കൊണ്ടുവിടാൻ പോയി. ഇനി മോനിക്കുട്ടനെ വിളിക്കാൻ ഞാൻ പോണം. അമ്മ ഇന്നില്ലേ ഏതാണ്ട് ദിനമായിരുന്നു, അതുകൊണ്ടില്ലേ പാവപ്പെട്ട കുഞ്ഞുങ്ങളൊക്കെ ഇല്ലേ പൈസ കൊടുക്കുന്ന ആള് ഈ ആഴ്ച തന്നു വിടണേ കേട്ടോ. 10-20 തന്നു വിടല്ലേ, 100-500 അതുപോലെ, അല്ലെങ്കിൽ 800. ഞാനാണ് മുറ്റം തൂത്തത്. മോനിക്കുട്ടൻ കുളിയൊക്കെ കഴിഞ്ഞത് ചായയൊക്കെ ഇട്ടുകൊണ്ട് വെച്ചത്. ഡെക്കറേഷൻ ആയിട്ട് വെച്ചേ ഇപ്പം കുളമായത്. ഇപ്പൊ ഒന്ന് കുളിക്കണം. രാത്രി അത്താഴത്തിന് എന്തുവാൻ തീരുമാനിച്ചില്ല. 2 ചപ്പാത്തി ഉണ്ടാക്കിയാലോന്നുണ്ട്. പകൽ മേഘസ്തംഭം രാത്രിയാഗ്നി തൂണായി എന്നെ അനുദിനം വഴി നടത്തും. എൻ്റെ യേശു എനിക്കു നല്ലവൻ, അവൻ എന്നും മതിയായവൻ. ആപത്തിൽ രോഗത്തിൽ വൻ പ്രയാസങ്ങളിൽ മനമേ അവൻ മതിയായവൻ. സന്ധ്യയ്ക്ക് കുറച്ച് മുറ്റമൊക്കെ തൂക്കാനുണ്ടായിരുന്നു. തൂത്തുവാരി കരിയിലൊക്കെ കത്തിച്ച് കളഞ്ഞു. പിന്നെ മോനിക്കുട്ടനപ്പോഴത്തേക്ക് കുളിച്ച് ചായയൊക്കെ ഇട്ടുകൊണ്ട് തന്നു. ഞങ്ങൾ 2 പേരും ചായയൊക്കെ കുടിച്ച് അത് കഴിഞ്ഞ് പിന്നെ കുളിയും ജപമൊക്കെ കഴിഞ്ഞ് കുറച്ച് ഫോണിനകത്ത് കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചെയ്ത് തീർത്തു. വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വെച്ചേക്കുന്നു. അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുന്നു, ലോങ് വീഡിയോ. പിന്നെ
ഒരു ചേച്ചി വിളിക്കാനുണ്ടായിരുന്നു. ചേച്ചി മെസ്സേജും കോളും ഒന്നും കുറേ നാളുകളായിട്ടില്ല. അപ്പോൾ ചേച്ചി ട്രീറ്റ്മെൻറ്റിലൊക്കെ ഇരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ ചേച്ചിയെ ഒന്ന് വിളിച്ചു, എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ചേച്ചി വിളിച്ച് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചിരുന്നു. ഇപ്പോൾ രാത്രിയിലത്തേക്ക് എനിക്ക് ഇമ്മണി ചോറ് ഇരിപ്പുണ്ട്. മോനിക്കുട്ടിന് 2 ചപ്പാത്തി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. മീൻകറി ഇരിപ്പുണ്ട്. അപ്പോൾ ചപ്പാത്തി മതിയെന്ന് പറഞ്ഞു. എനിക്ക് മീൻ വറുത്തതും മോര് കറി പിന്നെ എന്തുവാ അച്ചാറും ഒക്കെ ഉണ്ട്. ചീര എടുത്തില്ല, ചക്കക്കുരു എടുത്തില്ല. ഇന്നലെ പ്ലാൻ ചെയ്തതേ ഉള്ളൂ. ഇന്ന് കുറേ കിടന്നുറങ്ങണമെന്ന് വിചാരിച്ചു. അത്ര കണ്ട് ഉറങ്ങാനൊന്നും പറ്റിയില്ല കേട്ടോ. ഉറക്കം അങ്ങോട്ട് അനുഗ്രഹിച്ചില്ല. കുറച്ചു നേരം കിടന്നപ്പോഴാണ് അമ്മ വന്നത്. വീഡിയോ എഡിറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് കഴിച്ചിട്ട് ഞാൻ അങ്ങോട്ടൊന്ന് കിടന്നു. അന്നേരമാണ് അമ്മ വന്നത്. പിന്നെ എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ അമ്മയും കുറച്ചു നേരം അവിടെ കിടന്നു. അന്നേരം ഒരു അരമണിക്കൂർ ഞാൻ ഉറങ്ങി. പിന്നെ അങ്ങ് എഴുന്നേറ്റു. അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരുന്ന് അമ്മയ്ക്ക് പോണം പിന്നെ മോനുകുട്ടൻ കൊണ്ടുവിട്ടു. ആദ്യമായിട്ടാണ് ഞാൻ മോനുകുട്ടനെ തന്നെ ഇങ്ങനെ വിടുന്നത്. അങ്ങോട്ട് പോകാൻ അമ്മ ഉണ്ടെങ്കിൽ തിരിച്ച് തന്നെ വരണമല്ലോ. എന്നാൽ ഞാൻ പോയി വിളിക്കാമെന്നൊക്കെ ഓർത്ത്. അപ്പോഴത്തേക്കും വന്നു. മോനുകുട്ടനും മാത്രം മതി ചപ്പാത്തി. എനിക്ക് രാത്രി ചപ്പാത്തി ഒന്നും കഴിച്ചാൽ പറ്റത്തില്ല. പിന്നെ അങ്ങോട്ട് ഇറങ്ങാഞ്ഞത് കൊണ്ട് കുറച്ച് ശാരീരിക അസ്വസ്ഥതകളൊക്കെ ഒന്ന് ഇറക്കി വെക്കാൻ പറ്റി. അല്ലെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി അങ്ങനെ ചാടി നടന്നിട്ട് പിന്നെയും തദൈവ തിങ്കളാഴ്ച ജോലിക്ക് പോകണം. അന്നേരം പിന്നെയും വയ്യ. ചപ്പാത്തി റെഡി. മോനുകുട്ടോ, മോനുവേ വാ. നമ്മൾ കഴിഞ്ഞ ദിവസം തള വാങ്ങിച്ച് കറി വെച്ചില്ലേ, ആ കറിയാണ് ചപ്പാത്തിയുടെ കൂടെ ഇരിക്കുന്നത് കേട്ടോ കഴിക്കാൻ. വരൂ. ചോറ് വിളമ്പി. ഇച്ചിരി അച്ചാറെടുക്കട്ടെ. ഈ അച്ചാറാട്ടോ, ചീമപ്പുളി അച്ചാറിട്ടത് അമ്മ തന്നിട്ട് അതാണ്. പിന്നെ ഒരു ഇച്ചിരി മോരേറി ഇരിപ്പുണ്ട്, അത് ഞാനങ്ങ് എടുക്കുവാണ്. വേറെ കറികളൊന്നും ഇല്ലല്ലോ. പിന്നെ ഒരു മീൻ വറുത്തത്. ഇന്നിതാണ് അത്താഴം. മോനുകുട്ടൻ കഴിക്കുന്നു. ഞാൻ പോയിന്ന് കഴിക്കട്ടെ. അങ്ങനെ ഈ ഞായറാഴ്ചത്തേടം കഴിഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ടവർ പ്രാർത്ഥിക്കണം നല്ല വഴികൾ തുറന്നു തരാൻ. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ എന്ന പ്രതീക്ഷയോടെ. ടാറ്റ, ഓക്കെ, ബൈ ബൈ, സി യു. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.